ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഒരു ഫിഷ് വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റിൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഞാനിവിടെ ഫിലോപ്പി മീനാണ് എടുത്തിട്ടുള്ളത്. അതിന് പിലോപ്പിന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ ഇവിടെ പിലോപ്പി എന്നാണ് പറയുക. അപ്പം ഞാൻ പിലോപ്പി മീനെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ കൂടെ ചേർത്ത് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം മീൻ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഇതിലേക്ക് ഒരു 4 സവാളയാണ് ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളകും കൂടെ കീറിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 3/4 ഭാഗം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം. ഈ ഒരു പരുവത്തിൽ റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങ പിഴിഞ്ഞ അതിൻ്റെ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നിങ്ങളുടെ കൈവശം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ നോക്കാം. തേങ്ങാപ്പാൽ നമ്മുടെ സവാളയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്ത് ആ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാനായിട്ട് നമ്മളൊന്ന് ഇതിന്റെ മേളിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലിഡ് വെച്ച് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പം നമ്മുടെ ഫിഷിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പൊട്ടാത്ത രീതിയിൽ ഇതൊന്ന് ഇളക്കി മറിച്ച് ഇടുക ഇതുപോലെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഫിഷ് റോസ്റ്റെന്നോ ഫ്രൈന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ ഇതുപോലെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവണം. ഇതൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.